ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇഡ്ഡലി ബാക്കിയുള്ളതാണ് ഇതെല്ലാം. നമ്മൾക്കിത് വെച്ചിട്ട് സ്പെഷ്യലായിട്ടൊരു പൊടി ഇഡ്ഡലി ഉണ്ടാക്കാം. എങ്ങനെ നോക്കാം. ഇതിന് വേണ്ടത് ഇഡ്ഡലി, പിന്നെ വേണ്ടതാണ് നമ്മൾക്ക് കുറച്ച് ചെറിയുള്ളി വേണം. ഇനി നമുക്ക് ഇഡ്ഡലിയും ചെറിയുള്ളിയെല്ലാം ഒന്ന് പീസാക്കി എടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള ആയാലും മതി. ഞാൻ ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ഇതേപോലെ നമ്മളുടെ ഇഡ്ഡലിനെയും ഒന്ന് നമുക്ക് പീസാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഒന്ന് ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. നമുക്ക് എല്ലാ ഇഡ്ഡലിയും ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. പൊടി ഇഡ്ഡലി ഇത് കളയാനൊക്കെ ഇല്ലല്ലോ, അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാം കേട്ടോ. പിന്നെ അടുത്ത് 2 പിന്നും തെറ്റ്. ഇത് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഏകദേശം ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാം എങ്ങനെയാണ്. ഇനി നമ്മൾക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് 2 വറ്റൽ മുളക്, നമ്മൾ മുറിച്ച് വെച്ച ചെറിയ ഉള്ളി, എന്നിട്ട് നന്നായി ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. നല്ല മുരിഞ്ഞെടുക്കും. മുരിക്കിയെല്ലാം നെയ്യിലൊക്കെ ഇടുന്നിട്ട് നന്നായി മുരിഞ്ഞിട്ടുണ്ട്. നല്ല ഒന്നും കൂടെ മാറട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയും ഉഴുന്നുപരിപ്പും എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മെയിൻ സാധനം, ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഡ്ഡലിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ഇഡ്ഡലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതും കൂടെ ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട. ഓൾറെഡി നമ്മുടെ ഇഡ്ഡലിപ്പൊടിയിൽ എരിവൊക്കെ ഉള്ളതാണ്. കുരുമുളകിൻ്റെ എല്ലാം എരിവുള്ളതാണ്. അതുകൊണ്ട് മുളക് പൊടിയൊന്നും ചേർക്കേണ്ട. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് വേഗം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം.